സമൂഹ മനസാക്ഷി ഞെട്ടിച്ച മധുസൂദൻ വധക്കേസിന്റെ അന്തിമ സാക്ഷി വിസ്താരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഗേറ്റ് തുറക്കാൻ വൈകിയതിന് സെക്യൂരിറ്റി ജീവനക്കാരനെ തല്ലിക്കൊന്ന കേസിലെ പ്രതി ബെഞ്ചമിൻ വർഗീസ് ശിക്ഷിക്കപ്പെടുന്നു. പ്രതി ബെഞ്ചമിൻ വർഗീസുമായി പോലീസ് സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് കടുത്ത നിയന്ത്രണമുണ്ടായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ബസ്സിനകത്ത് നിന്നും ബെഞ്ചമിനെ കോടതി മുറിയിൽ ഹാജരാക്കും. വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. സർ പ്രതിഭാഗം വക്കീൽ എന്ന നിലയിൽ താങ്കൾക്ക് ഈ കേസിൽ ആത്മവിശ്വാസം? അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ലല്ലോ. സർ കേട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ലല്ലോ എന്ന്. കണ്ടല്ലോ, ലോകത്തുള്ള സകല പത്രക്കാരും ഇവിടെ ഉണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ്. പ്രശാന്തേ, സാക്ഷികളൊക്കെ വന്നിട്ടില്ലടോ? കൃഷ്ണൊഴിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട് സാർ. അയാൾ വന്നോളൂ സാറേ. സാക്ഷികളെ പർച്ചേസ് ചെയ്യാൻ ഇന്നലെയും ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യൽ ബെഞ്ച് റിപ്പോർട്ടാണ്. എടോ, ഈ കേസ് അന്വേഷിച്ച് താൻ ഫ്രെയിം ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ എന്ത് കളി നടന്നാലും ഒരു പഞ്ചപാവത്തിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്ന ശ്വാനപുത്രന് നമ്മൾ തൂക്കുകയറി വാങ്ങിക്കൊടുത്തിരിക്കും. താൻ ബേജാറാവാണ്ടിരിക്കേ. ദൃക്സാക്ഷികളിലൂടെ നമ്മുടെ കയ്യിലുള്ളത്. ശരി. ഇന്നലെ ഒരു 60 രൂപ പെൻഡിങ് ഉണ്ട്. മുകളിലത്തെ നിലയിൽ ആ കേസ് ഒന്ന് സഹായിക്കേണ്ടി വരും. ഇതിൽ 1 രൂപ കുറവുണ്ടല്ലോ. പോപ്പിൻസ് മതിയോ? ഷുഗർ കൂടി. സാറേ അവരെത്തി. നമ്പറിൻ്റെ ഉസ്താദാണ് നമ്മുടെ പ്രതിഭാഗം വക്കീൽ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പേടിക്കരുത്. നമുക്ക് പറയാനുള്ളത് കൂളായിട്ട് അങ്ങ് പറയുക. നമുക്ക് പറയാനുള്ളത് കൂളായിട്ട് പറയാം. അതാ. കൃഷ്ണ, ഒരു ചെറിയ ഡെവലപ്മെന്റ് ഉണ്ട്. CCTV ഫുട്ടേജ് റിട്രീവ് ചെയ്തെടുക്കാന്നാണല്ലോ സീഡാക്കിന്ന് പറഞ്ഞിരുന്നത്. അവർക്കത് റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ CCTV വിഷ്വൽസ് ഇല്ല അല്ലേ? ഒരു കുന്തുമില്ല. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. തുടങ്ങല്ലേ? SC 308/2021 പ്രതി ബെഞ്ചമിൻ വർഗീസ്. എന്താടോ സാരിയിലൊക്കെ? വിശ്വംഭരൻ കൊല്ലപ്പെട്ട മധുസൂദനൊപ്പം സ്കാർലറ്റ് ഫാഷൻസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, സെക്യൂരിറ്റി സ്റ്റാഫായി. അതെ. സംഭവം നടന്ന അന്ന് കൊല്ലപ്പെട്ട മധുസൂദനും താങ്കളും രണ്ടാം സാക്ഷി സത്യനാഥനും മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ശരിയല്ലേ? ശരിയാണ് സാർ. രാത്രി 8:45 കടയുടെ പുറകിലുള്ള ഗോഡൌണിലേക്ക് കാറിൽ വന്ന പ്രതി ബെഞ്ചമിൻ പല തവണ ഹോൺ അടിച്ചിട്ടും നിങ്ങൾ ഗേറ്റ് തുറക്കാൻ വൈകി. നിങ്ങൾ 3 പേരുണ്ടായിരുന്നിട്ടും അതെന്താ? സാറേ, മധുസൂദനാണ് ഗേറ്റിലുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കായിരുന്നു. എവിടെ? അവിടെ തന്നെ, ഞങ്ങൾ ഈ വേഷമൊക്കെ മാറുന്ന മുറിയിൽ. ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് മകളുടെ രോഗവിവരം തിരക്കുകയായിരുന്ന മധുസൂദനൻ ഹോൺ ശബ്ദവും തുടർച്ചയായ തെരുവിളിയും കേട്ട് ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുകയായിരുന്നു. ശരിയല്ലേ? ശരിയാണ് സാർ. ഗേറ്റ് തുറന്നയുടൻ പ്രതി ബെഞ്ചമിൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ മധുസൂദന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പാർക്കിംഗ് യാർഡിലേക്ക് കാർ ഓടിച്ചു. ഇതിനിടെ നിലത്ത് വീണ മധുസൂദനെ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി വന്ന ബെഞ്ചമിൻ നിലത്തിട്ട് ചവിട്ടുകയും സമീപത്ത് കിടന്നിരുന്നൊരു തടിക്കഷ്ണം ഉപയോഗിച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. താങ്കളും സത്യനാഥനും തല്ലരുതെന്ന് ബെഞ്ചമിനോട് പലവട്ടം കേണപേക്ഷിച്ചുവെങ്കിലും മധുസൂദനൻ നിശ്ചലനാകും വരെ പ്രതി മർദ്ദനം തുടർന്ന് പ്രതി കടയിലേക്ക് പോയതിനു ശേഷമാണ് താങ്കളും സത്യനാഥനും ചേർന്ന് മധുസൂദനെ എടുത്തുയർത്തുന്നതും നിലവിളി കേട്ട് റോഡിൽ നിന്നും മറ്റും വന്നവരുടെ സഹായത്താൽ പോലീസിൽ വിവരമറിയിക്കുന്നതും. ഇതല്ലേ അന്നവിടെ സംഭവിച്ചത്? അല്ല. അല്ലേ? പിന്നെ സാറ് മധുസൂദനെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടെന്നാണല്ലോ നിങ്ങളന്ന് പോലീസിന് കൊടുത്ത മൊഴി. തല്ലാൻ ഉപയോഗിച്ച തടിക്കഷ്ണം വരെ നിങ്ങളന്ന് തിരിച്ചറിഞ്ഞതല്ലേ? സാർ, അത് പോലീസുകാർ എന്തൊക്കെയോ എഴുതിയിട്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞങ്ങളത് ഒപ്പിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണോ?
സാർ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുപോയി സീറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ഓ. തിരിച്ചു വരുമ്പോൾ മധുസൂദനൻ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. സാറ് നേരത്തെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കടയിലേക്ക് പോയിരുന്നു. പണവും സ്വാധീനമുള്ള മുതലാളിയെ ഭയന്നിട്ടോ അതൊക്കെ കാശ് കെട്ടുന്ന കരുതിയിട്ടോ കൂട്ടത്തിലൊരുത്തനെ കൺമുന്നിലിട്ട് ഇങ്ങനെ അടിച്ചു വന്ന ആളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മിസ്റ്റർ വിശ്വംഭരൻ, താൻ ധൈര്യമായിട്ട് സത്യം മാത്രം പറയൂ. തനിക്കൊന്നും പറ്റാതെ കോടതി നോക്കിക്കോളൂ. നിങ്ങളുടെ അതേ തൊഴിൽ ചെയ്തിരുന്ന ഏകദേശം ഒരേ പ്രായത്തിലുള്ള ഒരു സാധു മനുഷ്യനാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിങ്ങൾ അയാളുടെ ഭാര്യയും മകളെയും നോക്കൂ. അവരുടെ ഏക പ്രതീക്ഷയും ആശ്രയവും ധൈര്യവുമായിരുന്ന മനുഷ്യനാണ് അന്ന് ആ രാത്രിയിൽ ശരീരം നുറുങ്ങുന്ന വേദനയോടുകൂടി കൊല്ലപ്പെട്ടു വീണത്. സത്യം പറയൂ വിശ്വംഭരൻ, നിങ്ങൾക്കൊരു കുടുംബമില്ലേ? നാളെ അവർക്ക് ഈ ഗതി വന്നാൽ നിങ്ങളെല്ലാം കണ്ടതല്ലേ? സാർ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. മധുസൂദനെ കൊന്നാരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. Your Honor, PW1 may be declared as hostile witness. ഡിഫൻസ് കൗൺസിൽ. നോ ക്രോസ് മൈ ലോർഡ്. സത്യനാഥൻ ശശിധരൻ. മകൻ എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചാവും പണ്ട് അച്ഛനെ ഇങ്ങനെ ഒരു പേരിട്ടുണ്ടാവുക അല്ലേ? ഈ മധുസൂദൻ ആളെങ്ങനെ സ്നേഹമുള്ള ആളായിരുന്നു? അതെ. എന്ന് വെച്ചാൽ താങ്കൾക്കും മധുസൂദനോട് സ്നേഹമുണ്ടായിരുന്നു, നിങ്ങൾ സുഹൃത്തുക്കളുമായിരുന്നു. അതെ. ആയിരിക്കുന്ന മധുസൂദന്റെ കുടുംബത്തെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ആ മകൾക്കും അമ്മയ്ക്കും നീതി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് പ്രോസിക്യൂട്ടർ സാക്ഷിയെ കൺഫ്യൂസ് ചെയ്യുകയാണ്. ആവശ്യമില്ലാത്ത ഓവർ റൂൾഡ്. ഒന്നാം സാക്ഷി വിശ്വംഭരൻ ഈ കോടതിയിൽ പറഞ്ഞത് മുഴുവൻ നുണയല്ലേ? കൊലപാതകം നടന്ന അന്ന് നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയല്ലേ സത്യം? സാർ, വിശ്വംഭരൻ പറഞ്ഞതാണ് ശരി. മധുസൂദനെ കൊന്നതാരെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ സേർട്ട് വലിക്കാൻ പോയിരിക്കായിരുന്നു.